പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച ശശി തരൂരിനെതിരെ മൗനം തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ള മോദിയുടെ പ്രസംഗത്തെ ശശി തരൂർ പുകഴ്ത്തിയതിൽ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്താണെന്ന ചോദ്യവുമായി ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തി. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുകയാണ് കോൺഗ്രസ് നേതൃത്വം. ശശി തരൂർ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് രംഗത്തുവന്നെങ്കിലും വിഷയത്തിൽ പ്രതിസന്ധിയിലായ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും മൗനം തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലുൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടെടുത്ത ശശി തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തുമ്പോൾ വിമർശിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നുണ്ട്. കോൺഗ്രസിനെ വിമർശിച്ചും പരിഹസിച്ചും ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തി. മോദിയുടെ പ്രസംഗത്തെ ഉദാത്തമെന്നാണ് ശശി തരൂർ വിശേഷിപ്പിച്ചത്. തരൂരിന് നിലപാടുകൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ കോൺഗ്രസിന്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഇക്കാര്യത്തിൽ എന്തു പറയാനുണ്ടെന്ന് അറിയാൻ താൽപ്പര്യമുണ്ട്. PM ശ്രീ ഒപ്പുവെച്ചപ്പോൾ ഡീൽ എന്ന അലറിക്കൂവിയവർ എന്തുകൊണ്ട് ഇപ്പോൾ മിണ്ടുന്നില്ലെന്ന ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് MP ഉന്നയിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ കോൺഗ്രസ് സർക്കാരുകൾ ഒപ്പുവെച്ചതും ചൂണ്ടിക്കാട്ടിയാണ് ജോൺ ബ്രിട്ടാസ് MPയുടെ വിമർശനം. കോൺഗ്രസിനെ വിമർശിച്ചുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെയാണ് ശശി തരൂർ പ്രകീർത്തിച്ചതെന്നും ജോൺ ബ്രിട്ടാസ് MP കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് സ്ഥാപകൻ രാംനാഥ് ഗോയങ്കയുടെ സ്മരണയ്ക്കായുള്ള ഈ വർഷത്തെ പ്രഭാഷണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഗോയങ്കയെക്കുറിച്ചുള്ള പ്രഭാഷണം കഴിഞ്ഞ 11 വർഷക്കാലമായി ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത നരേന്ദ്രമോദി നിർവഹിച്ചതിനെക്കുറിച്ചുള്ള പരിഹാസവും ജോൺ ബ്രിട്ടാസ് MP ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.